നമസ്കാരം. നമ്മുടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെ നിലവിൽ വന്നതുകൊണ്ട് കാവൽ മുഖ്യമന്ത്രി എന്ന് തന്നെ വേണം വിളിക്കാൻ. കാവൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആകപ്പാടെ ഒരു പരാജയഭീതിയുടെ പിടിയിലാണ് എന്നുള്ള കാര്യം തത്വമൈ ന്യൂസ് പല വാർത്തകളിലൂടെയായി നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഔപചാരിക തുടക്കമായിട്ടുള്ള റോഡ് ഷോയുടെ പരാജയം, ആളില്ലാതെ ഒതുങ്ങിയ റോഡ് ഷോ തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു പരാജയഭീതിയുടെ പിടിയിലാണ്. അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ആദ്യം തന്നെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ഈ ഇലക്ഷനിൽ ഞങ്ങൾ മുൻപിൽ തന്നെയാണ് പ്രചരണത്തിൽ എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയെങ്കിൽ പോലും ആ സ്ഥാനാർത്ഥികളിൽ മിക്കവരും, ഒട്ടുമിക്ക ആളുകളും ഒരു പരാജയത്തിൻ്റെ ഭീതി അല്ലെങ്കിൽ പരാജയത്തിൻ്റെ മണമടിച്ചിട്ടുള്ള ആശങ്കയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്ന വിവരങ്ങൾ. വെറുതെ പറയുന്നതല്ല, അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ വഴിയെ പറയാം. ഇനി പരാജയഭീതിയുടെ കാരണങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 10 വർഷങ്ങളായി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതു മന്ത്രിസഭ കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ച് ഏതാണ്ട് തേച്ച് കഴുകിയ അവസ്ഥയിലാക്കിയ ഒരു ഭരണപരാജയം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ആ ഭരണപരാജയത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ, അത് ആരോഗ്യ മേഖലയിലായാലും അല്ലെങ്കിൽ ക്രമസമാധാന മേഖലയിലായാലും അലുവ അതുലും മണ്ണെണ്ണ നൗഫലും ഒക്കെ അടിഞ്ഞാടുന്ന ഒരു കേരളത്തെ മാറ്റിയെടുത്തതിൻ്റെ കീർത്തി പിണറായി വിജയന് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം അദ്ദേഹം തന്നെയായിരുന്നല്ലോ ആഭ്യന്തരമന്ത്രി. ഇത്തരത്തിലുള്ള ഭരണപരാജയങ്ങൾ നിരവധിയാണ്. ആ ഭരണപരാജയങ്ങളെല്ലാം പൊതുജനത്തിൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ കേരളത്തിൽ പ്രതിഫലിച്ചു തുടങ്ങി എന്നുള്ളതും ജനത്തിൻ്റെ ഒരു മാനസികാവസ്ഥ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ച് മാറ്റുവാനായി അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയെ സ്വാധീനിക്കുവാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആരെക്കാളും വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കുണ്ട്. അതാണ് ഈ പരാജയഭീതിയുടെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഈ ഭരണപരാജയം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇവർ നടത്തിയ കൊള്ളകൾ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈയിട്ട് വാരിയിട്ട് നടത്തിയ നിർബന്ധിത ശമ്പളത്തിൽ നിന്നുള്ള നിർബന്ധിത ഫണ്ട് പിരിവുകളാണെങ്കിലും നിരവധി പ്രക്രിയകൾ, ഇതെല്ലാം അവർക്കെതിരെയുള്ളൊരു ജനവികാരം ഉണർത്തുവാൻ സഹായകരമായിട്ടുണ്ട്. ഒപ്പം തന്നെ ആചാരപരമായ കാര്യങ്ങളിൽ ഹിന്ദുക്കൾക്ക് നേരെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു നകാരാത്മകമായ മനോഭാവം അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ, അത് ആക്ടിവിസ്റ്റുകളെ തലയിൽ മുണ്ടിട്ട് രാത്രിയുടെ മറവിൽ ശബരിമലയിൽ ശ്രീ അയ്യപ്പൻ്റെ മുന്നിലൂടെ ഓട്ടപ്രദർശനം നടത്തിച്ച രീതിയാണെങ്കിലും പിന്നീട് ശബരിമലയുടെ കാര്യത്തിൽ കാലാകാലങ്ങളിൽ ഇവരുടെ നേതാക്കൾ നടത്തിയിട്ടുള്ള, ഈ അടുത്ത എം മണി ഉൾപ്പെടെയുള്ള നേതാക്കൾ അയ്യപ്പനെ ഛർദ്ദിച്ചല്ലല്ലോ ഉണ്ടായത് എന്ന രീതിയിലുള്ള അസഭ്യമായ പ്രസ്താവനകൾ, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെ നടത്തുന്ന നേതാക്കളുടെ പ്രവൃത്തികൾ, ഇവയെല്ലാം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു അതൃപ്തി, ഇത് രണ്ടാമത്തെ കാര്യത്തിൻ്റെ ഒരു അവാന്തര വിഭാഗം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇതാണ് പുതിയതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു എതിർപ്പ്. അത് ഒരു അന്തർയുദ്ധത്തിൻ്റെ സൂചനകളല്ല, അന്തർയുദ്ധത്തിൻ്റെ കാഹളങ്ങളാണെന്ന് തന്നെ പറയാം. കാരണം തളിപ്പറമ്പിൽ TK ഗോവിന്ദനാവട്ടെ ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, ഇപ്പോൾ പുറത്താക്കി. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനാവട്ടെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി മെമ്പർ മാത്രമല്ല, പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റുമായിരുന്നു അദ്ദേഹം, പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആയിരുന്നു അദ്ദേഹം. അതായത് ഇപ്പോൾ രാകേഷ് ഇരിക്കുന്ന സ്ഥാനം. അങ്ങനെ ഉള്ള സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന പ്രമുഖർ ഒരു വിമതന്മാരായി മത്സരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കണ്ണൂരിൽ പോകുന്നു. കണ്ണൂർ എന്ന് പറയുന്നത് CPMൻ്റെ ഉരുക്ക് കോട്ട എന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന, അതിൽ ഏറെക്കുറെ സത്യവുമുള്ളൊരു പ്രദേശമാണ് കണ്ണൂർ. അവിടെ രൂക്ഷമായ വിമതശല്യം പാർട്ടി അലട്ടുന്നു. പാർട്ടിയിൽ വിമതശല്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ ഒന്നുകിൽ കായിക ബലം കൊണ്ടോ അല്ലെങ്കിൽ 51 വെട്ടുകൊണ്ടോ കൈകാര്യം ചെയ്ത് പാർട്ടിക്ക് ഒരു ദീർഘകാലത്തേക്കുള്ളൊരു തിരിച്ചടി ഉണ്ടാകാത്ത തരത്തിൽ കൈകാര്യം ചെയ്യുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളരെയധികം പ്രചാരം നേടി. അതായത് മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ വന്നതിന് ശേഷം CCTV മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ കയ്യിൽ ഫോണുള്ള ആരും മാധ്യമപ്രവർത്തകനാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി, CCTVകൾ വ്യാപകമായതോടുകൂടി ഈ 51 വെട്ട് ഒന്നും അത്ര സുഗമമായി നടപ്പാക്കുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ വിമതന്മാർക്ക് കൂടുതൽ ശക്തരായി. കാരണം ഈ കണ്ണൂരിന് പുറത്തേക്കുള്ള അധികം ആളുകൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ പോലും ഈ
ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒന്നും നിസ്സാരക്കാരല്ല കണ്ണൂരുകാരെ സംബന്ധിച്ച്. അവർ പ്രമുഖരായ നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ പിന്നിലും ശക്തമായ പിന്തുണയോടുകൂടി ഒരു ജനവിഭാഗമുണ്ട്. അത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അലോസരപ്പെടുത്തുന്നുണ്ട്. ഇനി ധർമ്മടത്ത് ഇതുകൊണ്ട് ശ്രീ പിണറായി വിജയന് പരാജയം സംഭവിക്കുമോ? അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടായികയില്ല. പക്ഷേ അങ്ങനെ ഒരു പരാജയം സംഭവിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം. പക്ഷേ ആ അത്ഭുതങ്ങൾ സംഭവിക്കുവാനുള്ള ഒരു സാധ്യത വളരെ അധികമാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. ഈ പരാജയഭീതി പിണറായി വിജയനെ പിടികൂടിയതുകൊണ്ട് ഇപ്പോൾ പലരും അദ്ദേഹം തന്നെയും ഇതൊരു കിംവദന്തി മാത്രമാണ്, പല മന്ത്രവാദങ്ങളും ഏലസ് ജപിച്ച് കെട്ടലുകളും പല പൂജാതി കർമ്മങ്ങളുമൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്, പല പരിഹാരക്രിയകളുമൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കിംവദന്തി കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതൊരു പക്ഷേ ദോഷൈക ദൃക്കുകൾ പറയുന്നതാവാം, ശത്രുക്കൾ പറയുന്നതാവാം. അതിലേക്ക് നമുക്ക് അധികം ശ്രദ്ധ കൊടുക്കേണ്ട. പക്ഷെ ശ്രദ്ധ കൊടുക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ. മറ്റ് സ്ഥാനാർത്ഥികളുടെ ആശങ്കയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ തരാമെന്നും പറഞ്ഞിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിയമമണ്ഡലത്തിൽ മത്സരിക്കുന്ന ശ്രീ ശിവൻകുട്ടി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശ്രീ കെ മുരളീധരനുമായി ഒരു രഹസ്യ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ബി ജെ പിക്കാർ മാത്രമല്ല പല മാധ്യമപ്രവർത്തകരും രഹസ്യമായി പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നിയമമണ്ഡലത്തിൽ കോൺഗ്രസ് അനുകൂല വോട്ടുകൾ ശിവൻകുട്ടിക്ക് മറിക്കുകയും ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂല വോട്ടുകൾ കെ മുരളീധരനായി മറിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു അന്തർധാര സൃഷ്ടിക്കുവാനുള്ള ഒരു ഉടമ്പടി ശിവൻകുട്ടിയും മുരളീധരനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതേ പ്രശ്നം തന്നെ, അതായത് ഈ വിമതശല്യം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഗോവിന്ദനാവട്ടെ കുഞ്ഞികൃഷ്ണനാവട്ടെ, ഈ വിമതശല്യത്തെക്കാൾ ആ വിമതർ തന്നെ വളരെ ഗൗരവമേറിയ വിഷയമാണ് സി പി എമ്മിനെ സംബന്ധിച്ച്. പക്ഷേ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ വിമതനായി നിലനിൽക്കുന്നത് ജി സുധാകരനാണ്. മന്ത്രിയായിരുന്നു, സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. പിണറായി വിജയനേക്കാളും ഒരുപക്ഷെ പാർട്ടിക്കാരുടെ ഉള്ളിൽ, പഴയ പാർട്ടിക്കാരുടെ ഉള്ളിൽ ഗരിമയുള്ളൊരു നേതാവാണ്. കാരണം ആലപ്പുഴ ഭാഗത്ത് പുന്നപ്പുറ വയലാർ എന്നുള്ള ഒരു ചതി സമരത്തിലൂടെ അടിത്തറ പാകിയ പാർട്ടിയെ വെള്ളവും വളവും ഊട്ടി വളർത്തിയതിൽ പ്രമുഖനായ പങ്ക് വഹിച്ച, അല്ലെങ്കിൽ പ്രമുഖമായ പങ്ക് വഹിച്ച ഒരു നേതാവാണ് ജി സുധാകരൻ. ജി സുധാകരൻ വിമതനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ എല്ലാം തന്നെ അതിൻ്റെ സ്വാധീനം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായി അറിയാം. ആ ആശങ്ക കൂടിയാണ് ശിവൻകുട്ടിയെ ഇത്തരത്തിലൊരു രഹസ്യ ഉടമ്പടിക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. കെ മുരളീധരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ മണ്ഡലങ്ങളിൽ നിന്ന് മണ്ഡലങ്ങളിലേക്ക് അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടന്ന് എല്ലായിടത്തും പോയി തോറ്റ് ഒടുവിൽ സുരക്ഷിത മണ്ഡലമായി ഒരു കാലത്ത് അദ്ദേഹം കരുതിയിരുന്ന വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചെത്തി. ഇനി ഞാൻ വട്ടിയൂർക്കാവ് വിട്ടു പോവില്ല എന്ന് പറയുന്ന ഒരു പ്രസ്താവന വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എത്രത്തോളം ഉള്ളാലെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനും സംശയമുണ്ട്. ആ ആശങ്ക അദ്ദേഹത്തിന് നിലനിൽക്കുന്നത് കൊണ്ടാണ് ശിവൻകുട്ടിയുമായിട്ടുള്ളൊരു ഉടമ്പടിക്ക് അദ്ദേഹവും മുതിർന്നത് അല്ലെങ്കിൽ തയ്യാറായത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി മറ്റൊരു ഘടകമുണ്ട് ഇതിൽ. കാരണം ബി ജെ പിയുടെ ശക്തമായ കുതിച്ചുകയറ്റമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതുൾപ്പെടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കഴിയുന്ന രീതിയിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സ്വയം സമ്മതിക്കാതെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതൊരു ആത്മവഞ്ചനയായി പോകുമെന്ന് അവർക്ക് അറിയാം. കാരണം അതുകൊണ്ട് അവർക്ക് ദോഷമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ പുറമേ പറയുമ്പോൾ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, സുരേഷ് ഗോപിക്ക് അഹങ്കാരമാണ്, കണ്ടില്ലേ രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള ആശങ്ക അവരെ പിടികൂടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആശങ്കകളും ശിവൻകുട്ടിയും മുരളീധരനെയും അലട്ടുന്നുണ്ട്. ഇപ്പോൾ ശിവൻകുട്ടിയും മുരളീധരനും മാത്രമല്ല, നിരവധി മണ്ഡലങ്ങളിൽ ഇപ്പോൾ തളിപ്പറമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ്റെ പത്നിയായിട്ടുള്ള ശ്യാമളയെ സ്ഥാനാർത്ഥിയായി നിർത്തിയതിൽ തന്നെ അസ്വാരസ്യങ്ങൾ നിരവധിയാണ്. അത് സംബന്ധിച്ചുള്ളൊരു എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഗോവിന്ദൻ പുറത്തേക്ക് പോകുന്നത്. സെക്രട്ടറി ഗോവിന്ദനല്ല, തളിപ്പറമ്പിലെ ഗോവിന്ദൻ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു നെപ്പോട്ടിസം എന്ന് പറയില്ലേ, കുടുംബാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നത് സംബന്ധിച്ച് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികൾക്കിടയിലും ഒരാശങ്ക പരക്കെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എതിർപ്പ്.
നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അമർഷം നിലനിൽക്കുന്നുണ്ട്. ഈ അമർഷത്തെ യാതൊരു തരത്തിലും ഒന്ന് മയപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മൃദുപ്പെടുത്തുവാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആശങ്കകളും സ്ഥാനാർത്ഥികളെ പരക്കെ കേരളത്തിലൊട്ടാകെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെ പിടികൂടിയിട്ടുണ്ട്. അതെല്ലാം കൂടിക്കൊണ്ടാണ് ക്യാപ്റ്റനെ മാത്രം, അവരുടെ ഭാഷയിൽ അവരുടെ ക്യാപ്റ്റനെ മാത്രം വിശ്വസിച്ച് നിൽക്കാതെ, അല്ലെങ്കിൽ ക്യാപ്റ്റനെ തീരെ വിശ്വസിക്കാതെ തന്നെ അവരുടേതായിട്ടുള്ള വ്യക്തിഗത ഉടമ്പടികൾ, ഇത്തരത്തിൽ ശിവൻകുട്ടി മുരളീധരനുമായി ഉണ്ടാക്കിയ ഉടമ്പടി പോലെ വ്യക്തിഗതമായിട്ടുള്ള ഉടമ്പടികൾ ഏതെങ്കിലും ഒരു തരത്തിൽ തങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന തരത്തിൽ ഉണ്ടാക്കുവാനായി അവർ പരക്കം പാഞ്ഞ് നടക്കുന്നത്, അതും കോൺഗ്രസുമായിട്ട്. BJPയുമായിട്ടൊരു ഉടമ്പടിക്ക് ഉള്ള സാധ്യത തീരെയില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുന്നത്. ഒപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തങ്ങൾ മുന്നിലാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, വല്ലാത്തൊരാശങ്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിടികൂടിയിട്ടുണ്ട്. ആ ആശങ്ക എത്രത്തോളം സത്യമാകും എന്നറിയുവാനായി നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം. ഈ ആശങ്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ നേരിടും എന്നുള്ളതും, അല്ലെങ്കിൽ ഈ ഉടമ്പടികൾക്കപ്പുറം, രഹസ്യ ഉടമ്പടികൾക്കപ്പുറം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ തന്ത്രം അവർ പ്രയോഗിക്കുമോ, സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായി അത്തരം തന്ത്രങ്ങൾ പ്രയോഗിക്കുമോ, അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാകെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു തന്ത്രവുമായി മുന്നിലേക്ക് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഫലം എന്തായിരിക്കുമെന്നുള്ളത് മെയ് 4-ാം തീയതി നമുക്കറിയാം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.